ഹായ് സ്റ്റുഡൻസ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോ കറക്റ്റ്, ഓട്ടോ ടെക്സ്റ്റ്, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, ഈ 3 ഏരിയയാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോ ടെക്സ്റ്റാണ്. എങ്ങനെ ഓട്ടോ ടെക്സ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പല ആഡിലും ഒരു ബ്രൗഷറുകളിലും പിന്നെ കമ്പനിയുടെ പേര് എഴുതുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡിൻ്റെ സിമ്പിൾ ഉപയോഗിക്കാറുണ്ട്, ട്രേഡ് മാർക്കിൻ്റെ സിമ്പിൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല സിമ്പിളുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ സിമ്പിളുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതൊക്കെ നമ്മൾ ഓട്ടോ ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഓട്ടോ ടെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫയലിൽ ഓപ്ഷൻസിനകത്ത് പ്രൂഫിംഗ്. ഈ പ്രൂഫിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ്. ഇവിടെ നമ്മൾ പോവാം, അതിനകത്ത് ഓട്ടോ കറക്റ്റ് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കൂ, ഇവിടെ സിമ്പിൾസ് കാണുന്നുണ്ടല്ലേ. ഈ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ സിമ്പിളുകളായിരിക്കും നമുക്ക് അവിടെ ഈ സിമ്പിളിലേക്ക് നമ്മുടെ ടെക്സ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്യും. ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സി എന്ന് എഴുതി ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് എന്നുള്ള ഈ സിമ്പിളായിരിക്കും അവിടെ പ്രസൻറ്റ് ചെയ്യുക. ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു സ്മോൾ ആർ എഴുതി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രേഡ് മാർക്കിൻ്റെ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കിൻ്റെ ഈ സിമ്പിളായിരിക്കും വരിക. മനസ്സിലായിട്ടുണ്ടോ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു TM എഴുതി കഴിഞ്ഞാൽ ട്രേഡ് മാർക്കിൻ്റെ സിമ്പിൾ വരും. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു മൈക്രോസോഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. ഇവിടെ ഞാൻ ചെയ്യുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു TM എഴുതി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, കാണുന്നില്ലേ? അപ്പോൾ ആ ട്രേഡ് മാർക്ക് സിമ്പിൾ TM എന്ന് വന്ന് കണ്ടില്ലേ. ഇനി അതിന് പകരം ഞാൻ എഴുതുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു C എന്ന് എഴുതി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് എന്നുള്ള സിമ്പിൾ വന്നു. ഇതാണ് ഓട്ടോ ടെക്സ്റ്റ്. ഓട്ടോമാറ്റിക്കലി ടെക്സ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ എഴുതുന്ന സിമ്പിളിന് കറസ്പോണ്ടിങ് ഓട്ടോമാറ്റിക്കലി ടെക്സ്റ്റ് അസൈൻ ചെയ്യുന്ന മെത്തേഡുകൾ ഫയലിൽ ഓപ്ഷൻസ്, പ്രൂഫിംഗ്, ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് ഇതിനകത്തുണ്ടാവും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇനി നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. നമുക്കിവിടെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു P എന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ വേണ്ട, നമുക്ക് U എന്ന് കൊടുക്കാമെങ്കിൽ അപ്പോൾ അതിൻ്റെ നമ്മളെന്ത് സിമ്പിൾ കൊടുത്തു എന്ന് വിചാരിക്കാം. ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണി, നമ്മളിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു U എന്ന് എഴുതി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് വന്നു, യൂണിറ്റി എന്ന് വന്നു. ആ ടെക്സ്റ്റ് അത് മാറി, ഓട്ടോ ടെക്സ്റ്റ് വന്നു. ഇതാണ് ഓട്ടോ ടെക്സ്റ്റ്. അപ്പോൾ അതിന് നോട്ട്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളതിൽ കേട്ടോ. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാതെ ഓട്ടോ കറക്റ്റാണ്. ഓട്ടോ കറക്റ്റ് ചെയ്യേണ്ടത് ഫയലിനകത്ത് ഓപ്ഷൻസിൽ പ്രൂഫിംഗ് തന്നെയാണ്. ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക് നമുക്ക് വേർഡുകൾ ആഡ് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെയും ഇതേ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഓട്ടോ കറക്റ്റിനകത്ത് വരുന്നത് ഷോ ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് ബട്ടൺസ്, കറക്റ്റ് ടു ഇനീഷ്യൽ ക്യാപിറ്റൽസ്. നമുക്കിത് വേണമെങ്കിൽ ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക ചെയ്യണം. ഇവിടെ നമ്മൾ ഓൺ ചെയ്തത് കൊണ്ടാണ് ക്യാപിറ്റലൈസ് ഫസ്റ്റ് ലെറ്റർ ഓഫ് സെൻറ്റൻസസ്. ഓരോ സെൻറ്റൻസിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുന്നത് നമ്മൾ ഇവിടെ ടിക്ക് കൊടുത്തത് കൊണ്ടാണ്. ക്യാപിറ്റലൈസ് ഫസ്റ്റ് ലെറ്റർ ഓഫ് ടേബിൾ സെൽസ്, ക്യാപിറ്റലൈസ് നെയിം ഓഫ് ഡേയ്സ്. ഇവിടെ നമ്മൾ ഇവിടെ ഓൺ ചെയ്തത് കൊണ്ടാണ്, ഇവിടെ ഓൾറെഡി ടിക്ക് കൊടുത്തത് കൊണ്ടാണ് അതെല്ലാം നമുക്ക് അവിടെ എഫക്റ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെ റീപ്ലേസ് ടെക്സ്റ്റ് ആസ് യു ടൈപ്പ്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മഞ്ചേരി നടിക്കാം. നമുക്ക് മഞ്ചേരി ഇവിടെ നോക്കാം. മഞ്ചേരി
നമ്മൾ ആദ്യം ഇവിടെ നോക്കട്ടെ, ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ ഉണ്ടോ നോക്കാം നമുക്ക്. മഞ്ചേരി ഇതിനകത്തുണ്ടല്ലേ. നറുകര അടിച്ച് നോക്കാം നമുക്ക്. നറുകരേഷൻ ഉണ്ടാവില്ല. നറുകര അല്ലേ, ഇത് റെഡ് ലൈനിലാണ് വരുന്നത് അല്ലേ. ഇപ്പോൾ ഈ ഒരു വേർഡ് നമ്മളെ കമ്പ്യൂട്ടറിനകത്ത് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കറക്റ്റ് ചെയ്യണം. ചെയ്യുന്നത് നറുകര എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, അത് ഓട്ടോമാറ്റിക്കായിട്ട് നറുകര എന്ന് മാറണം അല്ലേ. അതുപോലെ തന്നെ യൂണിറ്റി എന്നടിക്കുന്ന സമയത്ത് നമുക്ക് വരേണ്ടത് KAHM യൂണിറ്റി വുമൻസ് കോളേജ്. ഇങ്ങനെ വരണം, ആഡ് ചെയ്തു. ഓക്കെ, ഞാൻ നറുകര എന്നടിക്കുന്ന സമയത്ത് നോക്കാം നമുക്ക് ഓട്ടോമാറ്റിക് എന്ത് ചെയ്തു, എവിടെ നറുകര അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് വരും. ഓക്കെ, ആദ്യം നറുകര എന്നടിച്ചപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വരുന്നത് സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയതുകൊണ്ടാണ് വന്നത്. ഇവിടെ വെച്ചിട്ട് ഞാൻ നറുകര എന്നടിക്കുകയാണെങ്കിലും അവിടെ എന്ത് വരും, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് വരും. എന്തുകൊണ്ടാണ് ഈ റെഡ് അണ്ടർലൈൻ വന്നു എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഈ യൂണിറ്റി എന്ന് അടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, വുമൻസ് കോളേജ് നമ്മളവിടെ കൊടുത്ത ടെക്സ്റ്റ് അത് കറക്റ്റ് ചെയ്യും എന്താണെന്നുള്ളത് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ തവണയും KAH വുമൻസ് കോളേജ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഓട്ടോ ടെക്സ്റ്റിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഓട്ടോ കറക്റ്റിനകത്ത് നമുക്കറിയാം ഈ ഓപ്ഷൻസൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റലൈസ് നെയിംസ് ഓഫ് ഡേയ്സ് നമുക്ക് ഓക്കെ എന്ന് കൊടുത്തു. ഇനി നമ്മളിവിടെ മൺഡേ എന്ന് അടിക്കുകയാണെങ്കിൽ അതൊക്കെ ഇവിടെ മൺഡേ എന്നുള്ളത് ഫസ്റ്റ് ലെറ്ററിൻ്റെയാണ്, സ്മോൾ തന്നെയാണ് ഉണ്ടല്ലേ. ഇവിടെ വരാൻ കാരണം സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് കേട്ടോ. ഇവിടെ മൺഡേ എന്നുള്ളത് സ്മോൾ ലെറ്ററാണ്, സാധാരണ ക്യാപിറ്റൽ ലെറ്ററാണ് വരാറുള്ളത്. നമ്മളിവിടെ എന്ത് ചെയ്തു, ആ ഓപ്ഷൻസ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചു, മനസ്സിലായോ. ഇവിടെ ഓപ്ഷൻസ് ഓഫ് ചെയ്ത് വെച്ചു. ഈ ക്യാപിറ്റലൈസ് ഫസ്റ്റ് ലെറ്റർ ഓഫ് സെൻറ്റൻസ് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി ടൈപ്പ് ചെയ്യണ ഓരോ വരുന്ന ഫസ്റ്റ് ലെറ്റർ എന്താണുള്ളത് അത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇത് sentences capitalize first left. ഇതാണ് ഇത് ഒരു സ്പേസിൻ്റെ ഇതല്ലേ, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ് അടുത്തത്. സെൻറ്റൻസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും തന്നെ ആവും, സ്മോൾ ലെറ്റർ തന്നെ ആവും. ഇവിടെ മൺഡേ മഞ്ചേരി എന്നൊക്കെ വരാൻ കാരണം ഇതൊരു പ്ലേസിൻ്റെ സ്ഥലമാണ്. മഞ്ചേരി മൺഡേ എന്നൊക്കെ നമ്മളതിന് ഓട്ടോ കറക്റ്റ് ചെയ്ത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത് കേട്ടോ. ഇപ്പോൾ നമുക്കറിഞ്ഞ ഓരോ സെൻറ്റൻസ് അടിക്കുകയാണെങ്കിൽ ആ സെൻറ്റൻസിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ എന്തെന്നായിട്ട് വരും, സ്മോൾ ലെറ്റർ എന്താ കൊടുക്കുന്നത് അത് വരും. ഇവിടെ ഓട്ടോമാറ്റിക് നമ്മൾ സെറ്റ് ചെയ്തിരുന്നു, എന്ത് ഓട്ടോ കറക്റ്റ് കൊടുത്തിരുന്നു നമ്മളെന്ത്, അത് ക്യാപിറ്റലൈസ് ഫസ്റ്റ് ലെറ്റർ ഓഫ് സെൻറ്റൻസസ്, ഓരോ സെൻറ്റൻസിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആകണമെന്ന് അവിടെ കൊടുത്തിരുന്നു. പക്ഷേ അതിപ്പോൾ നമ്മൾ ഒഴിവാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സെൻറ്റൻസ് ഇനി നമ്മൾ സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണോ ടൈപ്പ് ചെയ്യുന്നത്
അതേ രൂപത്തിൽ വരും. ഓക്കെ, അപ്പോൾ നമുക്കത് എന്തൊക്കെയാണ് വേണ്ടത് ഇവിടെ നമുക്ക് ഓട്ടോ കറക്റ്റിനകത്ത് മാർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോട്ടിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറാണ്. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. ഒരു ഡോക്യുമെൻ്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് ചെക്ക് ചെയ്യണം സ്പെല്ലിങ്ങളൊക്കെ കറക്റ്റാണോ അല്ലേ എന്നുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറിലും അടങ്ങിയിരിക്കുന്ന ടെക്സ്റ്റുകളെല്ലാം US ബേസ്ഡ് ലാംഗ്വേജിലായിരിക്കും ഉണ്ടാവുക കേട്ടോ, US ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ചില സെൻറ്റൻസുകൾ, ചില വേർഡുകളിലൊക്കെ ചെറിയ ചെറിയ സ്പെല്ലിങ്ങുകൾ വ്യത്യാസമാണ്. ഇപ്പോൾ കളറാണെങ്കിൽ COLOR ആണ്. നമുക്കറിയാം, ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. COLOR എന്നടിച്ചു കഴിഞ്ഞാൽ ഇതിന് പ്രശ്നമൊന്നുമില്ല. ഇവിടെ COLOUR എന്നടിച്ചാൽ ഇതിന് പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യും, അത് മിസ്റ്റേക്ക് കാണിക്കും. ഇത് നമുക്കറിയാമല്ലോ അല്ലേ, ഈ കളറാണ് ഇവിടെ ഉപയോഗിക്കുന്നവർ. US ഇംഗ്ലീഷിനകത്ത് ഈ കളറാണ് ഉപയോഗിക്കുന്നത്, ഈ കളറല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മിസ്റ്റേക്ക് അവർ പറയും. ഇതിൻ്റെ അർത്ഥം ഈ നിങ്ങൾ എഴുതിയിട്ടുള്ള ഇതിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ് എന്നുള്ളതല്ല. ഈ വേർഡിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വേർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് US ലാംഗ്വേജാണ്. അതുകൊണ്ട് തന്നെ ആ സ്പെല്ലിങ്ങൾ നമുക്ക് ഇതിന് മാച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് റോങ് ആയിട്ട് നമുക്ക് കാണിക്കുന്നത്, റെഡ് ലൈൻ വന്നിട്ടുള്ളത്. അതെങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം എന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ചെയ്യണം. സ്പെല്ലിങ്ങുകളും ഗ്രാമറുകളൊക്കെ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് റിവ്യൂവിൽ പോവാം. റിവ്യൂവിനകത്ത് ഫസ്റ്റ് തന്നെ കാണാം നിങ്ങൾക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ അല്ലേ. റിവ്യൂ ടാബിനകത്ത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റിനകത്തുള്ള ഓരോന്നും നമുക്ക് കാണിച്ചു തരും. എവിടേക്ക് സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്കുകളുണ്ട്, കളറിന് അതിനകത്ത് അറിയില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എന്താ ചേഞ്ച് ചെയ്യേണ്ടത്, ഇവിടെ കളർ എന്നുള്ള ഇതിനാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുള്ളത്. സജഷൻസ് കാണിക്കുന്നുണ്ടല്ലേ, ഈ കളർ കാണിക്കുന്നുണ്ട്, വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം അല്ലേ. അതിന് മുന്നേ നമുക്ക് ഒരു ചെറിയൊരു കാര്യം കൂടി ചെയ്യാം. ഇവിടെ 1-2 കളറും കൂടി നമുക്ക് എഴുതാം. ഓക്കെ, നമ്മൾ ഇനി ഒന്നുകൂടി ചെയ്യാം കേട്ടോ. സ്പെല്ലിംഗ് ഗ്രാമർ നിങ്ങൾ എവിടെയാണ് മൗസ് വെച്ച് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. സ്റ്റാർട്ടിങ് മുതൽ വരട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ N ഞാൻ റിമൂവ് ചെയ്തിരുന്നു. അപ്പോൾ ഉണ്ടല്ലേ ഇവിടെ ഐഡൻറ്റിഫിക്കേഷനകത്ത് കാണിക്കുന്നുണ്ട് അല്ലേ, അവിടെ N വേണം. അപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇവിടെ ഐഡൻറ്റിഫിക്കേഷൻ N വന്നു. എക്സ്പേർട്ട് എന്നായിരുന്നു അല്ലേ, ഇവിടെ ഞാൻ ഒഴിവാക്കിയതായിരുന്നു. അപ്പോൾ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എക്സ്പേർട്സ് ഓക്കെ, അല്ലെങ്കിൽ പാർട്സ് എക്സ്പേർട്സ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതാ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഞാൻ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് ചേഞ്ച് എന്ന് കൊടുത്തത് വന്നു. ഇനി കളർ അല്ലേ, കളർ എന്നുള്ളത് നമുക്കറിയാം 2-3 പ്ലേസുകളിൽ മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ട്. കളർ അല്ലേ, ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ചേഞ്ച് ഓൾ, ഓട്ടോ, കറക്റ്റ്, ഈ 3 ഓപ്ഷൻസ് ഉണ്ട്. ചേഞ്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലേസിൽ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. മനസ്സിലായിട്ടോ, നമുക്ക് ചേഞ്ച് അവിടെ മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ. വീണ്ടും കളർ ഇവിടെ വന്നു, ഇവിടെയും കളറുണ്ട്. ഇനി ചേഞ്ച് ഓൾ എന്ന് കൊടുത്താൽ ഈ സ്പെല്ലിങ്ങൾ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെ എല്ലാം ഇതായിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, ചേഞ്ച് ഓൾ നോക്കാം. അപ്പോൾ എന്തായിപ്പോൾ അവിടെ എല്ലാം റീപ്ലേസ് ആയിട്ടുണ്ട്. ഇനി അടുത്ത നെറുകര ഇവിടെ നെറുകരക്ക് സജഷൻ ഒന്നും കാണുന്നില്ല, കാരണം അവർ ഡിക്ഷണറിയിൽ ഇങ്ങനെ വേർഡ് ഇല്ല അല്ലേ. അപ്പോൾ ഇഗ്നോർ ചെയ്യാൻ വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല, ഇഗ്നോർ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്യുക. ഡിക്ഷണറിക്ക് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നമുക്ക് ഇഗ്നോർ എന്ന് കൊടുത്തു, ഇഗ്നോർ വൺസ്, മൺഡേ അല്ലേ. ഓക്കെ, അത് ചേഞ്ച് ചെയ്യുക. ഓക്കെ,
ഇതിവിടെ നറുകര അലൈൻമെൻറ്റിൻ്റെ പ്രശ്നമാണ്. ഇങ്ങനെ വേർഡ് കാണുന്നുണ്ട് അല്ലേ, അതൊക്കെ നമ്മൾ വെറുതെ ആഡ് ചെയ്തതാണ്. ഇഗ്നോർ കൊടുക്കുക, ഇഗ്നോർ കൊടുത്തു. ഇത് നേരത്തെ മാറിയില്ലേ, ഇപ്പോൾ ഓട്ടോമാറ്റിക് തന്നെ മാറിയില്ലേ, ഇപ്പോൾ കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. നമ്മൾ ചേഞ്ച് വൺസേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, അതുകൊണ്ടായിരിക്കും. ഒന്നുകൂടി സ്പെല്ലിംഗ് ഗ്രാമർ ചെക്ക് ചെയ്യുക. നറുകരക്ക് നമ്മൾ ഇഗ്നോർ കൊടുത്തതായിരുന്നു അല്ലേ. ഇങ്ങനെയാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. അങ്ങനെ ഡോക്യുമെൻറ്റിനകത്തുള്ള മൊത്തം വേർഡുകളെ ചെക്ക് ചെയ്തിട്ട് എവിടേക്കാണോ സ്പെല്ലിംഗ് ഉള്ളത് ആ സ്പെല്ലിങ്ങുകളെല്ലാം എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്തു തരും, മീൻസ് സജസ്റ്റ് ചെയ്ത് തരും. അതുമായി ബന്ധപ്പെട്ടുള്ള തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്പെല്ലിങ്ങുകൾ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും. ഇൻ കേസ് അതൊന്നുമില്ല, ഇപ്പം നറുകരൻ്റെ കേസിൽ ഇപ്പോഴും പ്രശ്നം കാണിക്കുന്നത് അതാണ്, അവരുടെ ഡിക്ഷണറിനകത്ത് ഇതില്ല, അതാണ് പ്രശ്നം. അപ്പോൾ സജസ്റ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇഗ്നോർ വൺസ് അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് പക്ഷേ കാണിക്കും. അപ്പോൾ അന്നേരം ഇഗ്നോർ ചെയ്യും. വീണ്ടും ആ വേർഡ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ്റ്റേക്കായിട്ട് കാണിക്കും. അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് മാത്രമേ അത് ഇഗ്നോർ ചെയ്യുള്ളൂ, വീണ്ടും മറ്റ് പ്ലേസുകളിൽ വന്നാൽ വീണ്ടും അത് കാണിക്കും. അങ്ങനത്തെ പ്രോബ്ലംസുകളൊക്കെ ഉണ്ട്. അത് എങ്ങനെ നമ്മൾ ഒഴിവാക്കാൻ പറ്റും എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ അല്ലേ, ഇത് നോക്കിയല്ലോ അല്ലേ. ഇനി നമ്മൾ എങ്ങനെ, ഇപ്പോൾ ഓക്കെ, ഈ നറുകര നമുക്ക് എടുക്കാം. ഇതുവരെ ഡിക്ഷണറി നറുകര ശരിയല്ലേ, രണ്ടും ഏകദേശം ഒന്ന് തന്നെയല്ലേ. അതുണ്ടാവും ചാൻസ്. നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ വേർഡുകൾ ഡിക്ഷണറിയിലേക്ക് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും, അത് ചെയ്യേണ്ട മെത്തേഡുകൾ ഓപ്ഷൻസിൽ തന്നെയാണ് കേട്ടോ, എല്ലാം ഓപ്ഷൻസിൽ തന്നെയാണ്. പ്രൂഫിങ്ങിൽ പോവാം. കസ്റ്റം ഡിക്ഷണറീസ്, ഇവിടെ കണ്ടില്ലേ, കസ്റ്റം ഡിക്ഷണറീസ്. ഓക്കെ ഒന്ന് കൊടുക്കുക. ഡീഫോൾട്ട് ഡിക്ഷണറി നമുക്ക് ചെയ്താൽ മതി. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഫയലാട്ടോ, custom.dic എന്നുള്ളൊരു ഫയലാണ്. ഈ ഫയലിനെ ആക്സസ് ചെയ്യാനുള്ളൊരു മെത്തേഡ് ഉണ്ട്, നിങ്ങളുടെ നോട്ടിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കയറി എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയാമെങ്കിൽ മാത്രം അതിൽ കയറി എഡിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വേർഡുകളൊക്കെ ഞാൻ എൻ്റെ പേരൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം ആദ്യം. ഓക്കെ, നോക്കാം. ആദ്യം എൻ്റെ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. അതെ, അപ്പോൾ എൻ്റെ പേരിനകത്തൊക്കെ ഈ ഒരു വേർഡ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഈ വേർഡ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, അതിനകത്തില്ല. അതുകൊണ്ട് റെഡ് ലൈൻ വന്നിട്ടുള്ളത്, മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ കളറിൻ്റെ സ്പെല്ലിംഗ് ആണെങ്കിലും ഇത് നമുക്ക് ആഡ് ചെയ്തിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് ശരിക്കും കറക്റ്റാണ്, എൻ്റെ പേര് ഇതാണെന്ന് എനിക്കറിയാമല്ലോ, അപ്പോൾ ഇത് കറക്റ്റാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഈ HAQ എന്നുള്ളത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും, അത് നമ്മൾ ചെയ്യേണ്ടത് ആ വേർഡ് നമ്മൾ ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രോപ്പർ മെത്തേഡ് ഇങ്ങനെയാണ്. പ്രൂഫിങ്ങിൽ പോവുക, കസ്റ്റം ഡിക്ഷണറിയിൽ എഡിറ്റ് വേർഡ് ലിസ്റ്റ്, ഇവിടെ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. HAQ ഓക്കെ, ആഡ് ചെയ്തു. സ്മോൾ HAQ ആഡ് ചെയ്ത് കേട്ടോ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായി അല്ലേ? ഇതും കറക്റ്റായി. അപ്പോൾ രണ്ട് വേർഡുകളും കയറി. ഓക്കെ, ഇനി ഡിലീറ്റ് ചെയ്തു. ആഡ് ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നോക്കൂ, ഈ സ്മോൾ HAQ കറക്റ്റ് അല്ല അല്ലേ? അപ്പോൾ അവിടെ
ഈ മൗസ് വെച്ച് ജസ്റ്റ് മൗസ് വെച്ച് നോക്കൂ, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. മൗസ് വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സജഷൻസ് കാണിക്കും. ഇതിനകത്ത് ഈ വേർഡുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വേർഡുകൾ ഏതൊക്കെ സജസ്റ്റ് ചെയ്യുക അവർ. അപ്പോൾ HAQ, ക്യാപിറ്റൽ HAQ കാണിക്കുന്നുണ്ട്. ഈ HAQ ഇവിടെ വരാൻ കാരണം ഇതിന് നമ്മൾ വേറൊരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ. ഓട്ടോ കറക്റ്റ് ഓട്ടോ ടെസ്റ്റോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അതുകൊണ്ടാണ് അങ്ങനെ വന്നത് നേരത്തെ. അപ്പോൾ ഇവിടെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ HAQ എന്ന് കാണിക്കുന്നുണ്ട് അല്ലേ. ചേഞ്ച് ചെയ്യാം നമുക്ക്. ഇപ്പോൾ കറക്റ്റായി. ഓക്കെ, യെസ്. ഇതാണ് എന്ത്. ഇനി കളറിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നറുകര നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ. ഇപ്പോൾ ഇവിടെ 2 മെത്തേഡ് ഉണ്ട് കേട്ടോ ഈ ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്യാൻ. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആഡ് ടു ഡിക്ഷണറി എന്ന് കൊടുത്താലും മതി. മനസ്സിലായോ? ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്ത് പോയി. നറുകര ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്ത് പോയി. കളർ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ആഡ് ടു ഡിക്ഷണറി എന്ന് കൊടുക്കാം. പക്ഷെ പ്രോപ്പർ മെത്തേഡ് ഇവിടെ നിങ്ങൾ പോയിട്ട് ഓപ്ഷൻസിനകത്ത്, പ്രൂഫിങ്ങിനകത്ത്, കസ്റ്റം ഡിക്ഷണറീസിനകത്ത് എഡിറ്റ് വേർഡ് ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ആഡ് ചെയ്യും. അങ്ങനെ എക്സാമിന് അങ്ങനെ തന്നെ നിങ്ങൾ എഴുതണം കേട്ടോ. COLOUR എന്നെടുത്തു, ആഡ് എന്ന് കൊടുത്തു. അപ്പോൾ ഇത് നിങ്ങൾ ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്തു. ഇനി ഈ വേർഡ് വരുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, റെഡ് മാർക്ക് വാണിംഗ് നിങ്ങൾക്ക് തരില്ല. അപ്പോൾ കറക്റ്റായിപ്പോൾ അല്ലേ. ഗ്രീൻ ലൈൻ നോക്കണ്ട, അത് നിങ്ങൾക്ക് അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഈ ഗ്രീനിൻ്റെ ലൈന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിക്ഷണറിയിലേക്ക് വേർഡുകളെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വേർഡുകളൊക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പ്ലേസിൻ്റെ ഇപ്പോൾ പേര്, ഇപ്പോൾ കൊണ്ടോട്ടി ഒരു വിഷയം ഉണ്ടായി അതിനകത്ത് ഉണ്ടാവില്ല. കാരണം അത് ഡിക്ഷണറിയിൽ അല്ലെങ്കിൽ ഈ വേർഡിൻ്റെ ഡിക്ഷണറിയിലൊന്നും ഉണ്ടാകാത്തൊരു വേർഡായിരിക്കും കൊണ്ടോട്ടി എന്നുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ പ്ലേസുകൾ, നിങ്ങളുടെ പേരുകൾ, അതൊന്നും ഒരു വിഷയം നമ്മുടെ ഡിക്ഷണറിക്കകത്ത് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ പ്രൊജക്റ്റിനകത്ത് ഒരുപാട് തവണ നമ്മളതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ. ചില സ്പെസിഫിക് നെയിമുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡിക്ഷണറിയിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്യാം. നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ ഓട്ടോ ടെക്സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ. ഓട്ടോ ടെക്സ്റ്റിനകത്ത് ഈ യൂണിറ്റി വുമൻസ് കോളേജ് മഞ്ചേരി എന്നുള്ളതൊക്കെ നമ്മൾ എപ്പോഴും നീട്ടി വലിച്ച് എഴുതുന്നതിന് പകരം യൂണിറ്റി എന്ന് മാത്രം എഴുതി അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റി എന്നടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ യൂണിറ്റി എന്നടിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, KH യൂണിറ്റി വുമൻസ് കോളേജ് മഞ്ചേരി ആണെങ്കിൽ മഞ്ചേരിയുടെ ഇത് കഴിഞ്ഞാൽ മഞ്ചേരിയും കൂടെ വരും. അപ്പോൾ നമുക്ക് ടൈപ്പിംഗ് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇത് കോളേജിൻ്റെ പേര് മാത്രമല്ല, എന്താണോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും സയൻറ്റിഫിക് നെയിമുകളൊക്കെ ഉണ്ടാവും പക്ഷേ അല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നെയിമുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഈസി ആയിട്ട് നമുക്കെന്നാൽ വേർഡ് നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഡോക്യുമെൻറ്റുകൾ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്തു നോക്കണം. ഓക്കെ, താങ്ക് യു.